മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു ആര്യ ബെഡായി സിബിൻ ബെഞ്ചമിൻ വിവാഹ വാർത്ത തന്നെ. 1.5 മാസം മുമ്പാണ് താൻ പ്രണയത്തിലാണ് എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും വരൻ സിബിനാണ് എന്നും ആര്യ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇരുവരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളും ബിസിനസ് പാർട്ട്നേഴ്സുമാണ്. തന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സുഹൃത്ത് വിവാഹം എന്ന പ്രപ്പോസൽ മുന്നോട്ട് വെച്ചപ്പോൾ ഏറ്റവും നല്ല തീരുമാനം അതിന് ഓക്കെ പറയുന്നത് എന്നാണ് തോന്നിയതുകൊണ്ട് സിബിനുമായുള്ള വിവാഹത്തിന് മുതിർന്നത് എന്നാണ് ആര്യ പറഞ്ഞിരിക്കുന്നത്. 20കളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ വിവാഹം. ആ ബന്ധത്തിൽ ഒരു മകളും ആര്യയ്ക്കുണ്ട്. ഒത്തുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ആര്യ വിവാഹമോചനം നേടുകയായിരുന്നു. പിന്നീട് വർഷങ്ങളോളം നടി സിംഗിൾ ലൈഫായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം മറ്റൊരാൾ ആര്യയുടെ ജീവിതത്തിലേക്ക് വന്നു. ബിഗ് ബോസ് ആയാലായിരുന്ന കാലത്ത് തൻ്റെ പ്രണയത്തെക്കുറിച്ച് ആര്യ തുറന്നു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഷോയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അയാൾ ആര്യയുടെ സുഹൃത്തുമായ പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും ആര്യയ്ക്ക് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ടിയും വരികയായിരുന്നു. ആ പ്രണയ തകർച്ച വിഷാദത്തിലേക്കും പാനിക് അറ്റാക്കിലേക്കും തന്നെ എത്തിച്ചിരുന്നുവെന്ന് നടി തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. ശേഷമാണ് സിബിൻ ആര്യയുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. പ്രണയിച്ച് നടന്ന ശേഷം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നില്ല. നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് സിബിൻ ആദ്യം ആര്യയോട് ചോദിച്ചത്. അതിനുശേഷമാണ് പ്രണയിച്ചു തുടങ്ങിയത്. ആര്യയുടെ മകൾ ഖുഷിയും എല്ലാവിധ സപ്പോർട്ടും ഇരുവർക്ക് നൽകുന്നുമുണ്ട്. ആര്യയെ പോലെ തന്നെ സിബിനും വിവാഹമോചിതനും ഒരു ആൺകുഞ്ഞിൻ്റെ പിതാവുമാണ്. സിബിൻ്റെ മകനെ മുൻ ഭാര്യ ചിഞ്ചുവാണ് സംരക്ഷിക്കുന്നത്. സാമ്പത്തികമായും മാനസികമായുള്ള പിന്തുണയും സ്നേഹം മകന് സിബിൻ നൽകാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആര്യ കഴിഞ്ഞ ദിവസം ഫോളോവേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വൈറലായത് ഒരു ചോദ്യവും ആര്യ അതിന് നൽകിയ ഒരു മറുപടിയുമാണ്. ഇതര മതസ്ഥരായ നിങ്ങൾ വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് മുമ്പോട്ട് പ്ലാൻ ചെയ്യുന്നത് എന്ന്, അതും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുട്ടികൾ കൂടി ഉള്ളപ്പോൾ എന്നായിരുന്നു ആ ചോദ്യം. കാരണം ആര്യ ഹിന്ദുമത വിശ്വാസിയും സിബിൻ ക്രിസ്ത്യനുമാണ്. പക്വതയുള്ള മറുപടിയാണ് ചോദ്യത്തിന് ആര്യ നൽകിയത്. തങ്ങളുടെ കുടുംബജീവിതത്തിൽ മതം ഒരിക്കലും ഒരു വിഷയമല്ല എന്നാണ് ആര്യ മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ എങ്ങനെ നല്ല മനുഷ്യനാക്കണമെന്ന് പഠിപ്പിക്കുകയോ വഴികാട്ടുകയോ വേണം. ദയ, ഉദാരമനസ്കത, ക്ഷമ, മര്യാദ, സഹാനുഭൂതി എന്നിവയുള്ള ഒരു മനുഷ്യനാകാനാണ് പഠിപ്പിക്കേണ്ടത്. ഞങ്ങൾക്കിടയിൽ മതം ഒരു വിഷയമല്ല, ഒരിക്കലും വിഷയമാകുകയില്ല എന്നും ആര്യ പറയുകയാണ്. സിബിനും മകളുമാണ് ഇപ്പോൾ ആര്യയുടെ ലോകം. സ്വന്തമായ ഒരു കുടുംബം എന്നുള്ളത് എപ്പോഴും തൻ്റെ സ്വപ്നമായിരുന്നുവെന്നും അത് സാധ്യമായത് സിബിൻ വന്ന ശേഷമാണ് എന്നുമാണ് ആര്യ പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം ചിങ്ങത്തിൽ വിവാഹിതരാകാനാണ് ഇരുവരുടെയും പ്ലാൻ. കല്യാണത്തിനായുള്ള ഒരുക്കങ്ങൾ പടിപടിയായി ഇരുവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ അസുഖബാധിതനായതിനു ശേഷം ആര്യ ഒറ്റയ്ക്കാണ് കുടുംബത്തിൻ്റെ ചുമതലകൾ നോക്കിയിരുന്നത്. മിനി സ്ക്രീനിൽ മാത്രമല്ല സിനിമയിലും ആര്യ സജീവമാണ്. ബിസിനസ് രംഗത്തും നടി ശോഭിക്കുന്നുമുണ്ട്. കാഞ്ചീവരം എന്നതാണ് ആര്യയുടെ ബൊട്ടീക്കിൻ്റെ പേര്. സെലിബ്രിറ്റികൾ മുതൽ സാധാരണക്കാർക്ക് ആവശ്യമുള്ള വിലയിലുള്ള സാരികൾ വരെ ആര്യയുടെ കാഞ്ചീവരത്തിൽ ലഭ്യമാണ്.